നമ്മൾ ചോദിക്കും, കർത്താവെ എന്തിനാണ് എൻ്റെ കൂട് ഇളക്കിയത്? ഈ കഴുകൻ്റെ കുഞ്ഞും ചിന്തിക്കുന്നുണ്ടായിരിക്കും എപ്പോഴും, എന്തിനാണ് എൻ്റെ അമ്മ കൂടുകളെ ഇളക്കുന്നത്? എന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അമ്മ എന്തിനാണ് കൂടുകളക്കുന്നത്? ഇതുപോലെ തന്നെയാണ്. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നിലം പരിചായി നാം തളർന്നിടാതെ. അപ്പോൾ നിലം പരിചാകാതിരിക്കാനാണ് ഈ കാര്യമെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളത്തിൽ ചിരി വരുന്നത്. അതാണ് ഇരുളിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷിക്കാൻ അതിന് കാരണമുണ്ടാകുന്നത് ആ സത്യം അറിയുമ്പോഴാണ്. ഇരുളിലൂടെ കടന്നു പോകുന്ന ദൈവപൈതലേ, മോശ ഇരുളിലേക്ക് കടന്നു ചെന്നുവെങ്കിൽ ജനം ഓടിപ്പോയി. നീ വിളിക്കപ്പെട്ടതുകൊണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട്, നിൻ്റെ മദറിലോ ആയിരിക്കാം, ഫാദറിലോ ആയിരിക്കാം, സിസ്റ്ററിലോ ആയിരിക്കാം, ബോസ്സായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, ഭാര്യയായിരിക്കാം, മെയ്ഡായിരിക്കാം, ആരുമായിക്കോട്ടെ, അയൽവാസി ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടുകളെ ഇളക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിൽ സന്തോഷിക്കണം. കാരണം വരുന്ന ദിവസത്തിൽ നീ നിലംപരിചാകാതിരിക്കുവാനായി അവരിലൂടെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, നിന്നെ ട്രെയിനിങ് തരികയാണ്. നെവർ ഗിവ് അപ്പ്. ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ തളർന്നു പോവുകയില്ല, ക്ഷീണിച്ചു പോവുകയില്ല. അവർ ചിറകടിച്ച് ഉയരുക തന്നെ ചെയ്യും, അവർ ശക്തി പ്രാപിക്കും. യെശയ്യാവ് 40:31. God has a great plan about you. Those who wait upon God shall renew their strength. They will not weary. They will renew their strength. Amen. Never give up. God bless you. Have a blessed day.